ഈ അനുഗ്രഹീത സംഗമത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യരായ MIC വാഫി കോളേജിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഉസ്താദ് ഹസൻ സഖാഫി പൂക്കോട്ടൂർ, ഈ അനുഗ്രഹീത സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യരായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളവർകൾ, വേദിയിലെ മറ്റു മഹാന്മാരായ ഉലമാക്കളെ, ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ഈ അനുഗ്രഹീത സംഗമത്തിലെത്തിച്ചേർന്ന വന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, അള്ളാഹു ഈ ഒത്തുകൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വീട്ടിൽ സ്വർഗത്തിലും ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളിതുവരെ നമ്മിൽ നിന്നൊക്കെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ദിവസത്തിൻ്റെ ഫضല് കൊണ്ട് അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവേ, ദോഷത്തിൻ്റെ കറപുരണ്ട കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ തമ്പുരാനെ. അള്ളാഹുവേ, വളരെ പ്രതീക്ഷയോടെയാണ് ഈ മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്നത്. ഇന്നത്തെ ദിവസം നിന്നോട് ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുമെന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടെ സംഗമിച്ചവരാണ്. അള്ളാഹുവേ, ഇജാബത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പലരും ശമനം നൽകണമേ അല്ലാ. ഞങ്ങളെ കൽബിൻ്റെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെയും ഖൈറായ നിലയിൽ നിറവേറ്റി തരണമേ തമ്പുരാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കണമേ അല്ലാ. ഇലാഹായ റബ്ബേ, ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണമേ തമ്പുരാനെ. ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രവിശ്യകളിൽ നിന്ന് അള്ളാഹുവേ, ഓരോ പ്രദേശത്തു നിന്നും അവരുടെ പ്രതിനിധികളായി അറഫയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, അവരുടെ എല്ലാ അമലുകളും നീ കബൂലാക്കണമേ അല്ലാ. അവർക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. അതിൻ്റെ ഫضല് കൊണ്ട് അവർക്ക് നീ നൽകുന്ന ഫضല് ഞങ്ങൾക്കും നൽകണമേ അല്ലാ. അവർക്ക് നീ നൽകുന്ന പരിഗണന ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. വരും വർഷങ്ങളിൽ ആ മരുഭൂമിയിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹുവേ, നീ ഞങ്ങളെയും തെരഞ്ഞെടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ വിധിക്കണമേ തമ്പുരാനെ. ഏറ്റവും വലിയ ആഗ്രഹം ആ അവസാന നിമിഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിൻ്റെ കരുത്തിൽ ആ സ്വർഗം കണ്ട് സ്വർഗത്തിലേക്കെന്ന ഉറപ്പോടെ അന്ത്യശ്വാസം വലിക്കാൻ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റബ്ബേ. ഖബറും മഹ്ശറയും റാഹത്താക്കണമേ റബ്ബേ. നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയരുതേ റബ്ബേ. അറഫാ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾക്ക് നീ ഇഅ്തിഖ് നൽകുന്ന ദിവസമാണ് അല്ലാഹുവേ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നീ നരകം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ റബ്ബേ. ഞങ്ങളെ സ്വർഗക്കാരിൽ പെടുത്തി തരണേ അല്ലാ. അതിനൊക്കെയുള്ള കാരണമായി ആമീനുകൾ കബൂലാക്കണമേ തമ്പുരാനെ. ഇജാബത്ത് നൽകണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മതഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ നമ്മുടെ നാടിന് അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് വർഷങ്ങളായി നടന്നു വരുന്ന അറഫാ ദിനത്തിലെ പ്രാർത്ഥനാ സംഗമത്തിലാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ ഒരു ദിവസത്തിൽ നാം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടതും ദുആക്ക് തന്നെയാണ്. കാരണം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. ദുആഇന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദുആ, ഇലാഹായ റബ്ബി ഇജാബത്ത് നൽകാൻ ഏറ്റവും അനുയോജ്യമായ ദുആ, ദുആഉ യൗമി അറഫ, അറഫ ദിവസത്തിലെ ദുആയാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ പരമാവധി ദുആഇന് തന്നെയാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹിയയിൽ വിശദീകരിക്കുന്നുണ്ട്, ദുആഇന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ 10 അദബുകൾ നമ്മൾ പാലിക്കണം. മുഅ്മിനീങ്ങളെ, ഈ സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ 10 അദബുകൾ പാലിക്കണം. അതിലൊന്നാമതായി ഇമാം ഗസ്സാലി തങ്ങൾ രേഖപ്പെടുത്തിയത്, അൽ അവ്വലു അൻ യതറസ്സദ ലിദുആഇഹി അൽ ഔഖാത്ത് അശ്ശരീഫ. ദുആ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ അനുയോജ്യമായ ഒരു സമയം തിരഞ്ഞെടുക്കണം. എല്ലാ സമയത്തുള്ള ദുആ ഒരുപോലെയല്ല, എല്ലാ ദിവസത്തിലുള്ള ദുആവും ഒരുപോലെയല്ല. ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും അനുയോജ്യമായ ഒരു സമയം തിരഞ്ഞെടുക്കണം. എന്നിട്ട് ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, കയൗമി അറഫാ ഫിസ്സന, കയൗമി അറഫാ ഫിസ്സന, കൊല്ലത്തിൽ അറഫാ ദിവസം പോലെ. ഒരു കൊല്ലത്തിൽ ദുആക്ക് ഏറ്റവും ഇജാബത്ത് കിട്ടുന്ന ദിവസം അറഫാ ദിവസമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ വിധി നൽകട്ടെ. വലിയ പ്രതിസന്ധികളിലോ വിഷമങ്ങളിലൊക്കെ ഒരാൾ പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആശ്വസിക്കാം, ഇൻഷാ അല്ലാ അറഫാ ദിവസം വരുന്നുണ്ടല്ലോ, അന്ന് എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇലാഹായ റബ്ബിനോടൊന്ന് പറഞ്ഞ് പരിഹാരം തേടാമല്ലോ. അങ്ങനെ കാത്തിരുന്ന് അറഫാ ദിവസത്തിൽ ചെയ്യുന്ന ദുആ അതിന് വലിയ പരിഹാരമുണ്ടാകും, ഇജാബത്തുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു വിധി നൽകുമാറാവട്ടെ. ഒരുപാട് ആലിമീങ്ങളുള്ള മജ്ലിസാൻ, അഹ്ലുബൈത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മജ്ലിസാൻ, ഒരുപാട് മുഅ്മിനീങ്ങൾ നോമ്പുകാരായി വന്നിട്ടുള്ള മജ്ലിസാൻ. അസ്വാഇമു ലാ തുറദ്ദു ദഅവതുഹു, നോമ്പുകാർ അവരുടെ ദുആ അല്ലാഹു തട്ടില്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ദിവസത്തിൻ്റെ പോരിശ ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരുടെ നേതൃത്വത്തിൽ നമുക്ക് ദുആ തുടങ്ങാം. അല്ലാഹു വിധി നൽകുമാറാവട്ടെ. മാത്രമല്ല, നബി തിരുമേനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്തിൽ 365 ദിവസത്തിൽ പിശാച് ഏറ്റവും ശക്തമായി പൊട്ടിക്കരയുന്നത്, സങ്കടപ്പെടുന്നത്, അവൻ വിഷമിക്കുന്നത് അറഫാ ദിവസത്തിലാണ്. ഒരു കൊല്ലത്തിലെ 360 ദിവസങ്ങളിൽ പിശാച് ഏറ്റവും സങ്കടപ്പെടുന്ന ദിവസം, പൊട്ടിക്കരയുന്ന ദിവസം അറഫാ ദിവസമാണ്. സഹാബികൾ ചോദിച്ചു, അതെന്തേ നബിയെ, അറഫാ ദിവസത്തിൽ പിശാച് അങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാനുള്ള കാരണമെന്താണ്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, വമാദാക ഇല്ലാ ലിമാ യറാ ഫീ മിൻ തനസ്സുലിർ റഹ്മതി വതജാവുസില്ലാഹി അനിദ്ദുനൂബിൽ നിളാം. അറഫാ ദിവസത്തിൽ പിശാച് ഇളിമ്പ്യനാകുന്നത് പോലെ, അവൻ പൊട്ടിക്കരയുന്നത് പോലെ, അവൻ വഷളാകുന്നത് പോലെ, അവൻ സങ്കടപ്പെടുന്നത് പോലെ കൊല്ലത്തിൽ മറ്റൊരു ദിവസത്തിലും അവൻ കരയുന്നതല്ല. സഹാബികൾ ചോദിച്ചു, എന്താ നബിയെ കാരണം? ഖാല, ഹബീബിന്റെ മറുപടി ഇങ്ങനെയാ, വമാദാക്, അങ്ങനെ അറഫാ ദിവസത്തിൽ പിശാച് പൊട്ടി പൊട്ടി കരയാനുള്ള കാരണം ഇല്ലാ ലിമാ യറാ ഫീഹ്, അന്ന് ശൈത്താൻ കാണുകയാ മിൻ തനസ്സുലിർ റഹ്മതി വതജാവുസില്ലാഹി അനിദ്ദുനൂബിൽ ലിളാം. അല്ലാഹു അവൻ്റെ റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന കാഴ്ച.
ഇലാഹായ റബ്ബിൻ്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുകയാ. അങ്ങനെ വതജാവുദില്ലാഹി അനിദ്ദുനൂബില്ലിളാം. ആളുകൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ ഇലാഹായ റബ്ബിനോട് സങ്കടത്തോടെ അല്ലാഹുവേ എനിക്കത് മാപ്പാക്കി തരണമെന്ന് പറയുമ്പോൾ എത്ര വലിയ തെറ്റുകളാണെങ്കിലും എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും ആത്മാർത്ഥമായി റബ്ബിനോട് പാപമോചനം തേടുമ്പോ അല്ലാഹു ആ ദോഷങ്ങളങ്ങ് പുറത്തു കൊടുക്കുകയാണ്. അറഫാ ദിവസത്തിൽ അല്ലാഹു മാപ്പ് നൽകുകയാ. ഇത് കണ്ടിട്ട് ഞാൻ ഇതുവരെ എടുത്ത പണികളൊക്കെ വെറുതെയായല്ലോ, എൻ്റെ ശ്രമങ്ങളൊക്കെ വൃഥാവിലായല്ലോ. ഈ ഒരു സങ്കടം കൊണ്ടാണ് അന്ന് പിശാച് പൊട്ടിക്കരയുന്നതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവൻ്റെ റഹ്മത്ത് ഏറ്റുവാങ്ങാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ റഹ്മത്ത് കരസ്ഥമാക്കാൻ അള്ളാഹു വിധി നൽകട്ടെ. മുത്തുനബി പോലും തങ്ങൾ പറഞ്ഞത് ഞാനും രക്ഷപ്പെടണമെങ്കിൽ ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം അമല് കൊണ്ട് രക്ഷപ്പെടാനാവില്ല മുഅ്മിനെ, കേവലം അമല് കൊണ്ട് രക്ഷപ്പെടാനാവില്ല. ഹബീബായ നബിയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയെ നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലേ? അട്ടപ്പാതിരക്ക മണിക്കൂറുകളോളം എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്ന് വീർത്ത് വിഷമിച്ച ഹബീബായ മുഹമ്മദ് നബിയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, നിങ്ങളും അമല് കൊണ്ട് രക്ഷപ്പെടില്ലേ നബിയെ? ഹബീബായ നബിയുടെ മറുപടി ആയിഷ ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ലെന്ന് പറഞ്ഞെങ്കിൽ മുഅ്മിനെ, അല്ലാഹുവിൻ്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന ഈ പകലിൽ ഇലാഹായ റബ്ബിനോട് നമുക്ക് ചോദിക്കാം. അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മാത്രമല്ല കേവലം നമ്മൾ തനിച്ച് ദുആ ചെയ്യുന്നത് പോലെയല്ല, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ആമീൻ ഉണ്ടല്ലോ, ആ ആമീൻ എല്ലാവർക്കും ബലം തന്നെയാണ്. ഇത്തരത്തിലുള്ള മജ്ലിസിൽ നിന്നുയരുന്ന ആമീനുകൾ സ്വർഗത്തിൽ പോലും വലിയ ചർച്ചയാകും, സന്തോഷത്തിന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എങ്ങനെ നോക്കിയാലും ഈ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും ഇജാബത്തിന് 100% സാധ്യതയുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മറ്റുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കിയിട്ട് ആ ഒരൊറ്റ ചിന്തയിൽ അള്ളാഹു നമുക്ക് തരണം, റബ്ബ് എന്ന ഒരു ചിന്തയിൽ നമ്മൾ ഇന്ന് തേടുമ്പോൾ അള്ളാഹു നമുക്ക് തരിക തന്നെ ചെയ്യും. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. എത്ര മുഅ്മിനീങ്ങളാണ് ആമീൻ പറയുന്നത്? മജ്ലിസിൽ നിന്നുള്ള ആമീനുകൾ സ്വർഗത്തിൽ ചർച്ചയാകും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്ന അഹ്ലൽ ജന്ന ഇദാ ദഖലുൽ ജന്ന, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ ഫയസ്താഖു ബഅ്ളുഹും ബഅ്ളാ, ആ സ്വർഗ്ഗത്തിൽ നിന്ന് ചിലർക്ക് ചിലരെ കാണാൻ വലിയ കൊതി തോന്നുമല്ലോ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇത് പറയാനും കേൾക്കാനും മാത്രമല്ല, ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ അള്ളാഹു ഈ സദസ്സ് കാരണമാക്കട്ടെ. മുത്തുനബി പറയുക, സ്വർഗ്ഗക്കാര് സ്വർഗത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ സ്വർഗീയ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ കുറേ അനുഭവിച്ച് കഴിയുമ്പോൾ ഒരാഗ്രഹം തോന്നും, അള്ളാഹുവേ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നല്ലോ, ആ പരിപാടിയിലൊക്കെ സജീവമായി എൻ്റെ കൂടെ സഹകരിച്ച പ്രവർത്തിച്ച എൻ്റെ ആ ചങ്ങാതി എവിടെയാണാവോ, ഒന്ന് കാണണം. അങ്ങനെ ഒരു കൊതി കൽബിലേക്ക് വരികയാണ്. ആ ഒരു ആഗ്രഹം ഹൃദയത്തിലേക്ക് വരലോട് കൂടെ ഫയസീറു സരീറു ഹാദാ ഇലാ സരീരി ഹാദാ, ഇവൻ കിടക്കുന്ന കട്ടിൽ അവനെയുമായി ആ സഹോദരൻ്റെ അടുത്തേക്ക് പറന്നു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ തോന്നുമ്പോഴത്തേക്ക് ആ കട്ടിൽ അവനെയുമായി പറക്കുകയാണ്. മുഖറബീങ്ങളൊക്കെ അധിക സമയവും കട്ടിലിൽ ചാരിക്കിടന്ന് വലിയ സന്തോഷത്തിലാകും സ്വർഗത്തിൽ. അള്ളാഹു വിധി നൽകട്ടെ. പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ, അവരെ അലാ സുറുരിൻ മൗലൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതുഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിക വകഅസിം മിൻ മഈൻ. ആ മുഖറബീങ്ങൾ സ്വർഗത്തിൽ അലാ സുറുരിൻ മൗലൂന, സ്വർണ്ണനൂൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലായിരിക്കും. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, ആ കട്ടിലുകളിൽ അങ്ങനെ അഭിമാനത്തോടുകൂടെ ചാരിക്കടക്കും, പരസ്പരം സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ഇവർക്ക് സേവനം ചെയ്യാനായി സ്ഥിരമാസക്കാരായ കൗമാര പ്രായക്കാർ ഒരുപാടുണ്ടാകും. അവർ ഇവരെങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കും, തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. ബിഅക്വാബിൻ വഅബാരിക വകഅസിം മിൻ മഈൻ, വിവിധ തരത്തിലുള്ള കള്ളിൻ്റെ പാനപാത്രങ്ങളുമായി, കൂജകളുമായി, കോപ്പകളുമായി, ഏത് തരത്തിലുള്ള മദ്യമാ വേണ്ടതെന്ന് ചോദിച്ച് ഈ കൗമാരപ്രായക്കാര്, സ്ഥിരവാസക്കാരായ കൗമാരപ്രായക്കാർ അവരെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ചുരുക്കത്തിൽ മുഅ്മിനേ, കട്ടിലുകൾക്ക് മുകളിൽ അവര് വലിയ സന്തോഷത്തിലാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു കൊതി, ഒരാഗ്രഹം, എൻ്റെ ചങ്ങാതിയെ കാണണല്ലോ. കട്ടിൽ നിന്ന് ഇറങ്ങണ്ട, കാറിൽ കയറേണ്ട, ആ സമയത്ത് കട്ടിൽ തന്നെ പറന്നു പോവാൻ. ഇനി ഒരാൾക്ക് കാറിൽ യാത്ര ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതിന് സൗകര്യം ഉണ്ടാവും. ഒരാൾക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അതിനും സൗകര്യം ഉണ്ടാവും. നബി തിരുമേനി തങ്ങൾ ഈ ഹദീസ് പറഞ്ഞപ്പോൾ സഹാബികളിൽ ഒരാൾ ചോദിച്ചു, അല്ല നബിയെ, അഫിൽ ജന്നത്തി ഖൈലു യാ റസൂലല്ലാഹ്, ഇന്നി ഉഹിബ്ബുൽ ഖൈല യാ ഹബീബല്ലാഹ്. അല്ല നബിയെ, സ്വർഗത്തിൽ കുതിരകളില്ലയോ? നിങ്ങൾ പറഞ്ഞല്ലോ ആ കട്ടിലിൽ യാത്ര ചെയ്യാമെന്ന്. എനിക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അത് വലിയ താല്പര്യമാണ്. അഫിൽ ജന്നത്തി ഖൈലു യാ ഹബീബല്ലാഹ്, ആ സ്വർഗത്തിൽ കുതിരകളില്ലേ നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നീ സ്വർഗത്തിലേക്ക് അങ്ങ് കയറലോട് നിനക്ക് മനോഹരമായ കുതിരയെ കൊണ്ടുവരപ്പെടുന്നതാണ്. അത് ദുനിയാവിലുള്ള കുതിരകളെ പോലെയല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള കുതിരകളാണ്. ദുനിയാവിലുള്ള കുതിരകൾക്ക് ചിറകുകളില്ലല്ലോ, സ്വർഗത്തിലുള്ള കുതിരകൾക്ക് ചിറകുകളും അല്ലാഹു നൽകുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണോ ആഗ്രഹം അതൊക്കെ ഉണ്ടാകും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഏതായാലും ഈ സഹോദരനെ കാണണമെന്നൊരാഗ്രഹം മനസ്സിൽ വരുമ്പോഴത്തേക്ക് ഈ കട്ടിൽ തന്നെ പറന്നു പോവുകയാണ്. ഹത്താ യജ്തമിഅ ജമീഅ, രണ്ടുപേരും സ്പോട്ടിൽ ഒരുമിച്ച് കൂടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറയും, ആശ്ലേഷിക്കും, സ്വർഗത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് അവർ ചർച്ച നടത്തും. ദുനിയാവിൽ നിന്ന് കണ്ട് പരിചയമുള്ള ഈ സ്നേഹിതന്മാർ സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ നിന്നും കാണാൻ ആഗ്രഹം തോന്നി. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. ആ സ്വർഗത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് അവർ ചർച്ച നടത്തും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്താണ് സ്വർഗം? അതെന്താന്ന് പറയാൻ പോലും കഴിയൂല. അഅദദതു ലിഇബാദിയ സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ഇബ്നി ആദം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ. നബി തിരുമേനി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു പറഞ്ഞതാണ്, ആ സ്വർഗം ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു എൻ്റെ അടിമകൾക്ക് വേണ്ടി. എത്രയാണെന്നറിയോ? മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത അത്ര സൗകര്യങ്ങളാണ്. വലാ ഉദ്നുൻ സമീഅത്, ഒരു കാതും കേൾക്കാത്ത അത്രയാ. വലാ ഖതറ അലാ ഖൽബി ഇബ്നി ആദമ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. സ്വർഗീയ സുഖങ്ങൾ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കാൻ പോലും കഴിയില്ല. അതെന്താ സങ്കൽപ്പിച്ചൂടെ? കഴിയൂല മുഅ്മിനേ. നമ്മുടെ സാങ്കല്പിക ശക്തിയെ പടച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹു പറയാണ്, സ്വർഗം സങ്കല്പിക്കാൻ മാത്രമുള്ള ഒരു സാങ്കല്പിക ശക്തി നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല.
ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം തന്നെ ദുനിയാവിൻ്റെ മൊത്തം സൗകര്യങ്ങളും അതിൻ്റെ 10 ഇരട്ടിയുമാണ്. അപ്പോൾ എങ്ങനെയാ നമുക്കത് സങ്കല്പിക്കാൻ കഴിയുക? സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം തന്നെ ദുനിയാവിൻ്റെ മൊത്തം സൗകര്യങ്ങളും അതിൻ്റെ 10 ഇരട്ടിയുമാണെങ്കിൽ എങ്ങനെ നമുക്കത് സങ്കല്പിക്കാൻ കഴിയും? ഏതായാലും ഇവർ ഈ സഹോദരന്മാർ അങ്ങനെ സ്വർഗത്തെക്കുറിച്ച് ചർച്ച നടത്തിയതിന് ശേഷം പിന്നെ അവരുടെ ചർച്ച ദുനിയാവിൻ്റെ കാര്യത്തിലാകും. പല കാര്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഫയഖൂലു അഹദുഹുമാ ലിസാഹിബിഹി, ആ കൂട്ടത്തിൽ ഒരാൾ മറ്റയാളോട് ചോദിക്കുകയാണ്, എടോ അതഅലമു മതാ ഗഫറല്ലാഹു ലനാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഈ സ്വർഗത്തിലെത്തിയല്ലോ. എങ്കിൽ ഇപ്പോഴും എന്നെ അലട്ടുന്ന ഒരു സംശയമുണ്ട്. എന്താണ് എൻ്റെ സംശയമെന്നറിയോ? അതഅലമു മതാ ഗഫറല്ലാഹു ലനാ, അല്ല സഹോദരാ, നിനക്കറിയോ എപ്പോഴാണ് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് മാപ്പാക്കി തന്നത്? സംഗതി കുറേ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ചില തെറ്റുകളും ചെയ്തു പോയിരുന്നല്ലോ. നിനക്കോർമ്മയില്ലേ? തെറ്റ് ചെയ്താൽ അതിന് കുറ്റം കിട്ടുമെന്നല്ലേ നമ്മൾ പഠിച്ചത്? പക്ഷെ നമുക്ക് കുറ്റം കിട്ടിയില്ല, ആ ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. എപ്പോഴാണ് അല്ലാഹു ആ ദോഷങ്ങൾ നമുക്ക് മാപ്പാക്കി തന്നത് എന്ന് നിനക്കറിയോ? ഉടനെ മറുപടി, എനിക്കറിയാം. എങ്കിൽ പറയൂ സഹോദരാ, മറുപടി ഇങ്ങനെയാണ്, യൗമ കുന്നാ ഫീ മജ്ലിസി കദാ വകദാ ഫദഊനല്ലാഹ ഫഗഫറല്ലാഹു ലനാ. സഹോദരാ, നിനക്കോർമ്മയില്ലേ? ദുനിയാവിൽ നിന്ന് ഒരിക്കൽ ഇന്ന ഒരു മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തത്, അറഫാ ദിനത്തിൽ നടത്തിയ ആയിരങ്ങൾ പങ്കെടുത്ത ദുആ സംഗമത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു, ഖുർആന്റെ മജ്ലിസുകളിൽ നമ്മൾ ഉണ്ടായിരുന്നു, ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളിൽ നമ്മൾ ഉണ്ടായിരുന്നു. അവിടന്നൊരു ദിവസം എല്ലാ മുഅ്മിനീങ്ങളും ഒരുമിച്ച് ചേർന്ന സമയത്തതാ ഒരാൾ അല്ലാഹുവിനോട്, ഇലാഹായ റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്തപ്പോ ആ സദസ്സിലുള്ള മുഅ്മിനീങ്ങളൊക്കെ ആമീൻ, ഈ ദുആഇന് ഇജാബത്ത് നൽകണേ അല്ലാ. എല്ലാവരും ആമീൻ പറഞ്ഞു. എടാ, എൻ്റെയും നിൻ്റെയും ആമീന് അന്ന് അത്ര വലിയ നിലയും വിലയൊന്നും ഇല്ലെങ്കിലും ആമീന് നല്ല പവറുള്ള നിലയും വിലയുമുള്ള അള്ളാഹ്ക്ക് തട്ടാൻ പറ്റാത്ത ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണേ എന്ന പ്രാർത്ഥനക്കല്ലേ അവരൊക്കെ ആമീൻ പറഞ്ഞത്. അതിൽ നമ്മളും പെട്ടു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ദുനിയാവിൽ നിന്ന് അങ്ങനെ ഒരു മജ്ലിസിൽ കൂടാൻ അല്ലാഹു തൗഫീക്ക് ചെയ്തു തന്നത് കൊണ്ടാ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കിയതെന്ന് സ്വർഗത്തിൽ വെച്ച് കൂട്ടുകാരൻ പറയുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഈ ചർച്ച നരകക്കാരിൽ ചിലര് കട്ട് കേൾക്കുമല്ലോ, അവരങ്ങ് പൊട്ടി പൊട്ടി കരയുമല്ലോ. എന്നിട്ട് പറയുമല്ലാ, ദുനിയാവിൽ അത്തരത്തിലുള്ള എത്രയെത്ര മജ്ലിസുകൾ ഉണ്ടായിരുന്നു, അതിൽ കൂടാ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഇനി ഞങ്ങളെ നീ ആ ദുനിയാവിലേക്ക് മടക്കിയാൽ അത്തരത്തിലുള്ള സദസ്സുകൾ അന്വേഷിച്ച് അതിൽ പങ്കെടുക്കാൻ പ്രത്യേകം ഞങ്ങൾ ശ്രമിക്കുമല്ല. ഇങ്ങനെ നരകക്കാർ റബ്ബിനോട് പറയുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു അങ്ങനെ സ്വർഗത്തിൽ സന്തോഷിക്കാൻ പറ്റിയ ഒരു മജ്ലിസായി മജ്ലിസിനെ കബൂലാക്കട്ടെ. മുഅ്മിനേ, ഇലാഹായ റബ്ബിനോടുള്ള ഭയം കൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ അലിവുണ്ടാകട്ടെ, നമ്മുടെ കണ്ണൊന്ന് നിറയട്ടെ. അല്ലാ എന്ന ഒരു ഭയവും ചിന്തയും ഒരു നിമിഷമെങ്കിലും നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായാൽ അതിൻ്റെ ഫലമായി തന്നെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്
അങ്ങനെ ഒരു ചിന്ത, ഒരു ഭയം, ഒരു പേടി. ഇലാഹായ റബ്ബേ, എൻ്റെ കാര്യത്തിൽ അല്ലാഹു പരലോകത്ത് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക, ആ ഒരു ചിന്ത നമ്മളെ കൽബിലേക്ക് കയറി വന്ന് ഒരു നിമിഷമാണെങ്കിലും ഒരു പേടിയുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി തന്നെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഹബീബായ നബി പറഞ്ഞതാ, ഇദഖശഅറ ഖൽബുൽ മുഅ്മിനി മിൻ ഖശിയത്തില്ലാ തഹാത്തത അൻഹു ദുനൂബുഹു കമാ യതഹാത്തുൽ വറഖു മിനശ്ശജരിൽ യാബിസി ഫീ റീഹി യൗമിൻ ആസിഫ്. അള്ളാഹു അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടാവാൻ ഈ മജ്ലിസ് കാരണമാക്കട്ടെ. ഇദഖശഅറ ഖൽബുൽ മുഅ്മിനി മിൻ ഖശിയത്തില്ലാ, മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്നുള്ള പേടി കൊണ്ടൊരു ഉണർവുണ്ടായി, ഒരു പേടി കൽബിലേക്ക് അങ്ങ് വന്നു. പരലോകത്ത് എൻ്റെ കാര്യത്തിൽ അല്ലാഹു എന്ത് തീരുമാനമായിരിക്കും റബ്ബേ എടുക്കുക. അങ്ങനെ ഒരു പേടിയും ഒരു ഉണർവും നമ്മളെ കൽബിലേക്ക് വന്നാൽ അതിൻ്റെ ഫലമായി തന്നെ അതിശക്തമായ കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ ആകെ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഈ ഒരു ഭയത്തിൻ്റെ കാരണമായി അയാളുടെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഹൃദയം ലോലമാകട്ടെ, അല്ലാഹ് എന്ന ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ആ പേടി കൊണ്ട് മുഅ്മിനേ, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീരെങ്കിലും ഒന്ന് പുറത്തു വന്നാൽ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അതോടുകൂടെ ആ മനുഷ്യൻ അല്ലാഹു നരകം ഹറാമാക്കുന്നതാണ്. അല്ലാഹ് എന്ന ചിന്തയിൽ, പേടിയിൽ ഒരിറ്റ് കണ്ണുനീര് നമ്മളെ കണ്ണിൽ നിന്ന് പുറപ്പെട്ടാൽ അതോടുകൂടെ അവൻ്റെ തടിയെ അല്ലാഹു നരകത്തിന് ഹറാമാക്കും. അതായത് അങ്ങനെ ഒരു തീരുമാനം ഒരാളെ കാര്യത്തിൽ എടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാലേ അല്ലാഹ് എന്നുള്ള ചിന്തയിൽ ആത്മാർത്ഥമായി കരയാനുള്ള തൗഫീക്ക് കിട്ടൂ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. കരയാൻ ഭാഗ്യം കിട്ടിയോ വലിയ കിട്ടലാണ്. ഹബീബ് പറഞ്ഞതാ, മംബകാ മിൻ ഖശിയത്തില്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്ക മുഅ്മിനേ, അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാ, മംബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹ് എന്ന ചിന്തയിൽ ആരെങ്കിലും ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഹറമഹുല്ലാഹു അലന്നാർ, അവൻ്റെ തടിയ അല്ലാഹു നരകത്തിന് ഹറാമാക്കുന്നതാണ്. ആയുസ്സിൽ ഒരിക്കലെങ്കിലും അല്ലാഹ് എന്ന ചിന്തയിൽ ഒന്ന് കരയാൻ തൗഫീക്ക് കിട്ടിയ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും? മുഅ്മിൻ ദുനിയാവിൻ്റെ കാര്യത്തിൽ എത്രയോ തവണ കരഞ്ഞവരല്ലേ നമ്മൾ? ദുനിയാവിൻ്റെ വിഷയത്തിൽ എത്രയോ തവണ കണ്ണ് നിറച്ചവരല്ലേ നമ്മൾ? കുട്ടിക്കാലം മുതലേ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്ര തവണയാണ് കരഞ്ഞത് അറിയൂല നമുക്ക്. എന്നാൽ അല്ലാഹ് എന്ന ചിന്തയിലൊന്ന് കണ്ണ് നിറച്ചാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ സ്വമേധയാ പശുവിൻ്റെ അകിട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലും അല്ലാഹ് എന്ന ചിന്തയിൽ കരഞ്ഞവന് നരകത്തിലേക്ക് പോകുന്നതല്ല. അല്ലാത്തൊരു വാക്കാണ്. അല്ലാഹ് എന്ന ചിന്തയിൽ ഒരു മനുഷ്യൻ കരഞ്ഞു, കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറപ്പെട്ടാൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല. ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദൽ ലബനു ഫിൽ ളിർഇ. പശുവിൽ നിന്ന് അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് തിരിച്ചു പോയാലും, സ്വമേധയാ അങ്ങ് തിരിച്ചു പോയാലും ഉറപ്പാണ് തിരിച്ചു പോകൂല. ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കയറ്റേണ്ടി വരും. അല്ലാതെ എങ്ങനെയാ പാല് സ്വമേധയാ അകിട്ടിലേക്ക് തിരിച്ചു പോവുക? അള്ളാൻ്റെ ഹബീബ് പറയുക, ഇനി അങ്ങനെ പാല് സ്വമേധയാ അകിട്ടിലേക്ക് തിരിച്ചു പോയാലും അല്ലാഹ് എന്ന ചിന്തയിൽ ഒന്ന് കരയാൻ ഒരാൾക്ക് തൗഫീക്ക് കിട്ടിയാൽ അയാൾ നരകത്തിലേക്ക് പോകൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതിനെൻ്റെ സഹോദരാ, ഹൃദയം ലോലമാകണം.
ഹൃദയത്തിൻ്റെ കാഠിന്യം നീങ്ങിക്കിട്ടണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എത്രയോ ആളുകൾ ശിലാഹൃദയരാണ്. ഹൃദയത്തിന് ഖസ്വത്തുൽ ഖൽബ് എന്ന രോഗം പിടിപെട്ടു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വെറുതെ സംസാരങ്ങൾ വർദ്ധിപ്പിച്ചാൽ അത് കാരണമായി ഹൃദയത്തിന് കാഠിന്യമുണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതാ. ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ് ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ഖൽബ് ഖസ്വത്തുൽ ഖൽബ്. നിങ്ങൾ ഈ സംസാരങ്ങൾ വെറുതെ വർദ്ധിപ്പിക്കാൻ പാടില്ല. ചില സംസാരങ്ങൾ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവം ഉണ്ടാവില്ല. ഹറാമാന്നൊന്നും പറയാൻ പറ്റൂല, ആ വർത്താനം കൊണ്ട് കുറ്റം കിട്ടുന്നൊന്നും പറയാൻ പറ്റൂല, എന്നാൽ കൂലിയും കിട്ടൂല. യാതൊരു ഉപകാരവുമില്ലാത്ത സംസാരങ്ങൾ അത് നിങ്ങൾ വർദ്ധിപ്പിക്കരുതേ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ഖൽബ്. ഈ സംസാരങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ഹൃദയത്തിന് ഖസ്വത്ത് എന്ന രോഗം ഉണ്ടാവാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്നവർ ഈ രോഗം പിടിപെട്ടവരാണ്. അതിനൊക്കെ ഒരു പരിഹാരമായി മജ്ലിസ് മാറണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. മുഅ്മിനെ, ഒരിറ്റ് കണ്ണിനീര് ഈ മജ്ലിസിൽ നിന്ന് നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നരകത്തിൽ കരയും. നരകക്കാർക്ക് നരകത്തിലുള്ള പണി കരച്ചിൽ തന്നെയാണ്. ഹബീബ് പറഞ്ഞിട്ടുണ്ട്, യുൽഖൽ ബുകാഉ അലാ അഹ്ലിന്നാർ. നരകക്കാർക്ക് അല്ലാഹു കരച്ചിലിട്ട് കൊടുക്കും. യബ്കൂന സമാനാ, കാലങ്ങളോളം അവരങ്ങനെ കരയുമല്ലോ. കരഞ്ഞ് കരഞ്ഞ് ഹത്താ തൻഖത്തിയദ്ദുമൂ, അവരുടെ കണ്ണിനീര് തന്നെ വറ്റിപ്പോവുകയാണ്. സുമ്മയബ്കൂനദ്ദമാവൽ ഖൈഹ, പിന്നെ കരയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനെ കണ്ണിൽ നിന്നൊലിച്ചിറങ്ങുന്നത് രക്തമാണ്, ജലമാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴതാ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അവർ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ ശബ്ദത്തിലേക്ക് അവർ ശ്രദ്ധിക്കുമല്ലോ. ഒരു പരിചയമുള്ള ശബ്ദമാണല്ലോ. നോക്കുമ്പം മനസ്സിലായേ ആരുടെ ശബ്ദമാ കേൾക്കുന്നതെന്നറിയോ? അത് പ്രിയപ്പെട്ട ഉമ്മയുടെ ശബ്ദമാ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഉപ്പയുടെ ശബ്ദമാ കേൾക്കുന്നത്. പ്രിയപ്പെട്ട മകന്റെ ശബ്ദമാണ്, മകളുടെ ശബ്ദമാണ്. നരകത്തിലുള്ള മകൻ സ്വർഗത്തിലുള്ള ഉമ്മാന്റെ സന്തോഷത്തിൻ്റെ ആരവങ്ങളും അലയൊലികളും ശബ്ദങ്ങളും കേൾക്കാൻ, അല്ലെങ്കിൽ ഉമ്മ മകൻ്റെ ശബ്ദം കേൾക്കാൻ. അപ്പം ചെറിയൊരാശ്വാസം തോന്നും. അല്ലാ, സ്വർഗത്തിൽ എൻ്റെ ഉമ്മയാണല്ലോ, എൻ്റെ വാപ്പയാണല്ലോ, അല്ലേ എൻ്റെ മകനാണല്ലോ, എന്നെ സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടെ നാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന. ഖുർആൻ പറയുന്നുണ്ട്, ഈ നരകക്കാര് സ്വർഗക്കാരെ വിളിക്കും. നരകത്തിലുള്ള ഉമ്മ സ്വർഗത്തിലുള്ള മകനെ വിളിക്കുകയാ, അല്ലെങ്കിൽ നരകത്തിലുള്ള മകൻ സ്വർഗത്തിലുള്ള ഉമ്മയെ വിളിക്കുകയാ. മുഅ്മിനെ, ഹബീബ് പറയുന്നുണ്ട്, വിളിച്ചിട്ട് തേടുന്നത് എന്താണെന്നറിയോ? യാ മഅ്ശറൽ ഉമ്മഹാത്ത് വയാ മഅ്ശറൽ ആബാ വയാ മഅ്ശറൽ അബ്നാ ഖറജ്നാ മിനദ് ദുനിയാ ഇത്വാശാ വകുന്ന في القبر عطاشا وكنا في الموقف عطاشا وكنا اليوم عطاش. പറയുന്ന കാര്യം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലെങ്കിൽ ഉപ്പ, അല്ലെങ്കിൽ പൊന്നുമോനെ. ഖറജ്നാ മിനദ് ദുനിയാ ഇത്വാശാ, ദുനിയാവിൽ നിന്ന് ദാഹിച്ച് തൊണ്ട പൊട്ടി മരിച്ചവരാ ഞങ്ങൾ. ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ചു പോയതാ. ഖബറിലും ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. വെള്ളം കിട്ടിയില്ല. 50,000 കൊല്ലമാണ് തലയ്ക്ക് മീതെ ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ ചെമ്പിന്റെ തറയാകെ വെട്ടിപ്പഴുക്കുമ്പോൾ നിൽക്കേണ്ടി വന്നത്. നിങ്ങളൊക്കെ ഹൗലുൽ കൗസർ കുടിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. അവിടെ നിന്നും ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടിയില്ല. ഇന്നീ നരകത്തിലും ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയാ. ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് തേടാനുള്ളത്, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, വിളിച്ച് പറയുന്നത് ഇങ്ങനെയാ, അനഫീലു അലൈനാ മിനൽ മാ. ഉമ്മേ,
കുറച്ച് വെള്ളം ഇങ്ങോട്ട് എത്തിച്ചേരുമോ, ഉപ്പ കുറച്ച് വെള്ളം തരുമോ, മോനെ ഇത്തിരി വെള്ളം തരുമോ, വേറൊന്നും വേണ്ട. ഇങ്ങനെ വിളിച്ച് ചോദിക്കും. കുറേ കാലം വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു മറുപടി കൊടുക്കും. എന്താ മറുപടി? നൽകുന്ന മറുപടി എന്താണെന്നറിയോ? അല്ല നാശങ്ങളെ, എന്തിനാണ് ഞങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? ആര് പറഞ്ഞു ബാപ്പയാണെന്ന്? ആര് പറഞ്ഞു ഉമ്മയാണെന്ന്? ആര് പറഞ്ഞു മകനാണെന്ന്? നമുക്കിടയിലുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. ഖുർആൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിബന്ധനകളും കാറ്റിൽ പറത്തി ജീവിക്കുന്ന ആളുകൾക്ക് ഫലാ അൻസാബ, അവർക്കിടയിൽ അന്ന് കുടുംബ ബന്ധമില്ല. മരണത്തോടുകൂടെ ഇത്തരക്കാരുടെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോവാൻ. അതുകൊണ്ട് ഇനി ഉമ്മ ബാപ്പ മോനെ എന്ന് വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് ഈ സ്വർഗത്തിലെ ഉറ്റവർ ഉടയവർ നരകക്കാരോട് പറയുമ്പോൾ ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട്, അവരുടെ കൽബങ്ങട്ട് പൊട്ടാൻ അവർക്ക് സഹിക്കാൻ കഴിയൂല. അവരാകെ വിഷമിച്ചു പോകും. അവരുടെ ആർത്തട്ടഹാസം വർദ്ധിക്കുമല്ലോ. അപ്പോഴാണ് സബാനിയായ മാലാകമാരിടപെടുന്നത്. ആ മലക്കുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ല നാശങ്ങളെ, എന്തിനാ നിങ്ങൾ ഇവിടെ നിന്നിങ്ങനെ കരയുന്നത്? ഇവിടെന്ന് കരഞ്ഞിട്ടെന്തു കാര്യം? തറക്തുമുൽ ബുകാ ഫിദ്ദുനിയാ അൽ മർഹൂമി ഫീഹാ. കരഞ്ഞ കാര്യമുള്ള ഒരു ലോകമുണ്ടായിരുന്നു. ആ ലോകം ദുനിയാവാണ്. അവിടുന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു നരകത്തെ കുറിച്ചോർത്ത് നിങ്ങൾക്കൊന്ന് കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് കണ്ണ് നിറച്ചിരുന്നെങ്കിൽ ഈ നരകം അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് കരയണ്ട, കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭ്യമല്ല. ഇങ്ങനെ അവരോട് പറയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ മജ്ലിസ് പൂർണ്ണമായ രക്ഷയ്ക്ക് പറ്റിയൊരു മജ്ലിസ് ആവണം. കണ്ണുനീർ, ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് കരയാൻ കഴിയും, അത് വലിയ തൗഫീഖാണ്. അത് ഭയങ്കര തൗഫീഖാണ്. ഖബർ, മഹ്ശറ, ശിക്ഷകൾ, നരകം ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ചില മനുഷ്യർക്ക് കരയാൻ കഴിയും. അള്ളാഹുവേ, ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പെടുത്തിത്തരട്ടെ. അത് വലിയ ഭാഗ്യമാണ്. മുമ്മിനെ അർശിൻ്റെ തണൽ 7 വിഭാഗത്തിന്. അതിൽ ഒരു വിഭാഗം റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാലത്ത് ഐന, അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ഓർത്തിട്ട് കണ്ണ് നിറക്കുന്നവരാണ്. വലിയ ഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും അൽഹംദുലില്ലാഹ്, ഇലാഹായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ അറഫ മരുഭൂമിയിൽ സംഗമിച്ച ആ ഒരു സമയത്ത് ഇന്നിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയല്ലോ. ഹജ്ജിൻ്റെ പാഠം വലിയ പാടാണ്. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ അതേ ഗൗരവത്തിൽ തന്നെയാണ് ഇബ്രാഹിം നബിയിലും കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറഞ്ഞ അതേ ഗൗരവത്തിൽ ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയിലും തൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹജറ ബീവിയിൽ മാതൃകയുണ്ട്. ഇബ്രാഹിം നബിയുടെ പൊന്നുമോൻ മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ മാതൃകയുണ്ട്. വലിയ വലിയ മാതൃകകൾ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അനേകം മഹാന്മാരായ ഉലമാക്കൾ അൽഹംദുലില്ലാ നമ്മുടെ വേദിയിലുണ്ട്. ഇന്നത്തെ മജ്ലിസിൽ കാര്യമായി മനമുരുകിയുള്ള ദുആ തന്നെയാണ്. മജ്ലിസിന്നൂർ ചെല്ലാനുണ്ട്, ദുആ ചെയ്യാനുണ്ട്. സൂഫിവര്യനായ മഹാനായ ഏലംകുളം ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇബ്രാഹിമി ചര്യ ഉൾക്കൊള്ളുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. നമുക്ക് പറയാൻ എളുപ്പ. മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ ഒരുങ്ങി. മകനെ അങ്ങകലെ വിജനമായ മക്കാ മലരാരണ്യത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുങ്ങി. പറയാനെന്തൊരെളുപ്പാൻ. കാലങ്ങളോളം ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യ ഭാര്യ ഹാജറ ബീവിയിൽ ആദ്യം മക്കളെ നൽകിയില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സാറാ ബീവിക്ക് ഒരു ഹദിയയായി ഒരു രാജാവ് നൽകിയതാണ് ഹാജറ ബീവിയെ. ചരിത്രം വിശാലാണ്. ഇമാം ബുഖാരി തങ്ങൾ ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഹാജറ ബീവിയെ ഒരു സമ്മാനമായി സാറാ ബീവിക്കൊരു രാജാവ് നൽകിയതാണ്. ഹാജറ ബീവി വിരൂപിയായിരുന്നു.
കാണാനൊരു സൗന്ദര്യവുമില്ലാത്ത കറുത്ത പെണ്ണായിരുന്നു. സഹറാ ബീവി പറഞ്ഞു ഇബ്രാഹിം നബിയോട്, നമ്മളിൽ ഏതായാലും കുട്ടികളെ ഇതുവരെ കിട്ടിയിട്ടില്ല, വലിയ പ്രതീക്ഷയൊന്നും തോന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇവളെ വിവാഹം ചെയ്യേ, അങ്ങനെങ്കിലും ഒരു കുട്ടിനെ കാണാലോ എന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ വിധിയെന്നോണം ബഹുമാനപ്പെട്ട ഹാജറ ബീവി ഗർഭിണിയായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകി. കുട്ടിനോട് എന്തൊരു മഹബത്തായിരിക്കും, എന്തൊരു ഇഷ്ടമായിരിക്കും. കാരണം കാലങ്ങളോളം കാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയല്ലേ. കുട്ടീനങ്ങനെ ലാലിക്കാൻ തുടങ്ങി. വാത്സല്യത്തോടു കൂടെയുള്ള പെരുമാറ്റം. അള്ളാഹു പറഞ്ഞു, മതി, കുട്ടിയെയും കുട്ടിയുടെ തള്ളയെയുമായി പോകണം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്. ഇബ്രാഹിം നബിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അള്ളാഹു എന്തു പറഞ്ഞോ അതന്നെ, അതിൻ്റെ അപ്പുറം പിന്നെ ഒന്നുമില്ല. ഇബ്രാഹിം നബിക്ക് ഖലീലുള്ള എന്ന സ്ഥാനം കിട്ടാനുള്ള കാരണം 3 കാരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊന്ന്, അള്ളാഹു എന്തു പറഞ്ഞോ പിന്നൊരു ചിന്ത അതിനപ്പുറത്തേക്കില്ല, അതങ്ങനെ തന്നെ. പിന്നൊരു കാരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമില്ല. എപ്പോഴും അതിഥികൾ വേണം. ഇടയ്ക്ക് ഭക്ഷണം എടുത്തു വെച്ച് ആരുമില്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി നടക്കും, ആരെങ്കിലും ഒരാളെ കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടുമെന്ന് തെരഞ്ഞുകൊണ്ട്. പിന്നെ ഒരു കാരണം, ഇഫ്ഷാ ഉസ്സലാം, എല്ലാവരോടും സലാം പറയും. ഈ ഒരു ചര്യ 3 ഇബ്രാഹിം നബിയിൽ നിന്ന് ഈ അറഫാ ദിനത്തിൽ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു വിധി നൽകട്ടെ. ഏതായാലും അള്ളാൻ്റെ കൽപ്പനല്ലേ ഭാര്യയെയും കുഞ്ഞിനെയുമായി പോവാൻ. എങ്ങട്ടാ പോകുന്നത്? ഫലസ്തീനിൽ നിന്ന് ആ കഅബയിലേക്കുള്ള യാത്ര നമ്മൾ ആലോചിക്കേണ്ടതാണ്. പോയി കഅബ ഇന്നത്തെ രൂപത്തിലൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ ഒരു തറയുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തു. ഉമ്മയെയും കുട്ടിയെയും അവിടെ ഇറക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോകാനൊരുങ്ങി കുതിരപ്പുറത്ത് കയറി. അപ്പോൾ ഹാജറ ബീവി ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾക്കിതെന്തിൻ്റെ കേടാ? നിങ്ങളെങ്ങോട്ടായി പോകുന്നത്? ആരെ കണ്ടിട്ടാ നിങ്ങൾ പോകുന്നത്? ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, ഒരു പച്ചപ്പില്ല, ഒന്നുമില്ല, ഒരു ജീവൻ്റെ തുടിപ്പില്ല, മൊട്ടക്കുന്നുകളാണ്, മലം പ്രദേശമാണ്. ഞങ്ങളിവിടെ ഒഴിവാക്കിയിട്ട് എങ്ങോട്ടാ പോണേ? മറുപടിയില്ല. രണ്ടാമതും ചോദിച്ചു, മറുപടിയില്ല. മൂന്നാമതും ചോദിച്ചു, മറുപടിയില്ല. അവസാനം അവരുടെ ചോദ്യം, അല്ലാഹു അമറക ബിഹാദാ. മഹാനായ ഷെയ്ഖുന ഏലംകുളം അബൂ മുസ്ലിയാർ അവർകൾ നമ്മുടെ സദസ്സിലേക്ക് കയറി വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു മഹാനുഭാവന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് ആലിമീങ്ങൾ, മഹാന്മാർ നമ്മുടെ മജ്ലിസിലുണ്ട്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. ഈ മജ്ലിസിലെത്തിപ്പെട്ട എല്ലാവർക്കും ഷിഫാഇൻ്റെ സന്തോഷത്തോടുകൂടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ അല്ലാഹു വിധി നൽകട്ടെ. മനസ്സിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും അല്ലാഹു തീർത്ത് തരട്ടെ. ആ ഒരു തുമഇനീനത്തുൽ ഖൽബ് കൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഉമ്മ 3ാമത് ചോദിച്ചൊരു ചോദ്യം, അല്ലാഹു അമറക ബിഹാദ, അല്ല ഇബ്രാഹിം എന്നവരെ, ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണോ? ഇത് അള്ളാന്റെ കൽപ്പനയാണോ? ഫഖാല നഅം. ഇബ്രാഹിം നബിയുടെ മറുപടി, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെന്ന് വെച്ചാൽ പോയിക്കോളൂ, വിരോധമല്ല. ഇതല്ല യുളയ്യുനാ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ഞങ്ങളെ അള്ളാഹു നോക്കിക്കൊള്ളും. ആ തവക്കുലിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് സംസം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ പിന്നെ എന്ത് പേടിക്കാൻ? അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല. ആ ഒരു തവക്കുലിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഇബ്രാഹിം നബിയിലും കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിയട്ടെ. പിന്നെ ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി, ബാപ്പ 2ാമത് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത് ഒരു സ്വപ്നം കണ്ടിട്ടാണ്. അപ്പോഴത്തേക്ക് ഈ കുട്ടിയെ പോറ്റി വളർത്തി ഏകദേശം ഓടിച്ചാടി നടക്കാനുള്ള ഒരു പ്രായത്തിൽ ഈ ഉമ്മ എത്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ബാപ്പ സ്വപ്നം കാണുന്നത്, കത്തി മൂർച്ച കുട്ടി പോയിട്ട് കുട്ടിനെ അറക്കണം. ബാപ്പ സ്വപ്നം കണ്ടപ്പോഴത്തേക്ക് കത്തിയായി മക്കയിലേക്ക് എത്തി. മോനെ കണ്ടിട്ട് പറഞ്ഞു, മോനെ ഇസ്മായിൽ, ഞാൻ നിന്റെ ബാപ്പയാണ് ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് കേട്ടപാട് കുട്ടിയുടെ മുഖത്ത് വലിയ സന്തോഷം. കാരണം ഉമ്മ നന്നായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കുട്ടിയെ, ഈ ബാപ്പയെക്കുറിച്ച്. മോനെ, ഞാൻ വന്നത് എന്താണെന്നറിയോ? ഇന്നി റഅയ്തു ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. എടാ, ബാപ്പ വരാനുള്ള കാരണം ഒരു സ്വപ്നം കണ്ടതാണ്.
നിന്നെ അറുക്കണമെന്ന ഒരു സ്വപ്നം കണ്ടിട്ട് അതിനായാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഫൻളുർ മാതാ തറ, എന്താ മോന്റെ അഭിപ്രായം? അപ്പം മോൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ബാപ്പ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ നിങ്ങൾ എന്തിന് എന്നോട് അഭിപ്രായം ചോദിക്കണം? ഫഫ്അൽ മാ തുഅ്മർ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താ പോരെ ബാപ്പ, പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കാൻ നിൽക്കണോ? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഇൻഷാ അല്ലാഹ് ക്ഷമാശീലരിൽ എന്നെ എത്തിക്കുക തന്നെ ചെയ്യും. ആരാണ് ഇങ്ങനെ ഒരു തർബിയത്ത് ആ കുട്ടിക്ക് നൽകിയത്? ബാപ്പയല്ല, ബാപ്പ കുട്ടിയുടെ അടുത്തില്ലായിരുന്നു, അത് ഉമ്മയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ആ ഉമ്മ ഇലാഹിയായ ചിന്തയിലും തവക്കുലിൻ്റെ ബോധത്തിലും അർപ്പണ ബോധത്തിലും ആ കുട്ടിയെ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്നു. ഉമ്മമാർക്കുള്ള ഒരു വലിയ പാടാ. ബാപ്പ ഗൾഫിലായിരുന്നു, അതുകൊണ്ട് മകൻ പറഞ്ഞത് കേൾക്കാതെ തോന്നിയ വഴിക്ക് പോയി എന്ന് പറയല്ല. ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പോലെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരാൻ കഴിയണം. ചുരുക്കത്തിൽ ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ആ ഇബ്രാഹിം നബിയിലും കൂടെയുള്ളവരിലും നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അറഫയുടെ ഏറ്റവും വലിയ സന്ദേശം ഈ പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ്. അവിടെ പണിക്കാരനും പണക്കാരനും ലക്ഷപ്രഭുവും ഭിക്ഷക്കാരനും മുതലാളിയും തൊഴിലാളിയും ഒക്കെ ഒരേ വേഷത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ മഹത്തായ വചനം ഉരുവിട്ട് അല്ലാഹു എന്ന ഏകത്വത്തിൻ്റെ, മനുഷ്യരെന്ന സമത്വത്തിൻ്റെ മഹിതമായ സന്ദേശങ്ങൾ ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കുന്നു. ആ ലോകം മുസ്ലിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ സംഗമം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ എല്ലാ ഖൈറും നൽകുമാറാവട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിപ്പോയി, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആയിരങ്ങളാണ് ആ സന്ദർഭത്തിൽ ഷഹീദായിട്ടുള്ളത്. അവർ വരും, അവർ ഖബറിൽ നിന്ന് വരും, ഇഹ്റാമിൻ്റെ വേഷത്തിൽ വരും, തൽബിയത്ത് ചൊല്ലിയിട്ട് മഹ്ശറയിലേക്ക് വരും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഇഹ്റാം ചെയ്തിട്ട് തഹല്ലുലാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഖബറിൽ നിന്നവർ വരുമ്പോൾ ഇഹ്റാമിൻ്റെ വേഷത്തിലായിരിക്കും. മുലബ്ബീന തൽബിയത്ത് ചൊല്ലിയിട്ടാണ് അവർ മഹ്ശറയിലേക്ക് വരുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദുരന്തങ്ങളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലായി ഹജ്ജിൽ വഫാത്തായവർക്കൊക്കെ ഉഖ്റവിയായ ഉന്നത ഷഹീദിൻ്റെ പദവി അല്ലാഹു നൽകട്ടെ. അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ സാലിഹീങ്ങളായ ഇബാദിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശമനം നൽകട്ടെ. അനവധി ആളുകൾ ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അഭിവന്യരായ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ദുആയുണ്ടാകും. ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം സംഭാവന നൽകിയിരിക്കുന്നു. മരണപ്പെട്ടുപോയ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ സംഭാവന. അങ്ങനെ പലരും അൽഹംദുലില്ലാ. അല്ലാഹു അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. ഇജാബത്തോടുകൂടെ പിരിയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.